ഒരു രാജസ്ഥാൻ യാത്ര സ്വപ്നം കണ്ടിട്ട് കുറച്ചായി. പ്രദേശത്തിന്റെ വിശാലത ഒരു പ്രശ്നമാണ്. ഒരു ടൂർ ഗ്രൂപ്പിനൊപ്പം കൂടിയാൽ എളുപ്പമാകും. അങ്ങനെയാണ് എറണാകുളത്തെ നെസ്റ്റ ട്രാവൽസിലെത്തുന്നത്. ഞങ്ങൾ 7 പേർ ട്രെയിനിൽ പുറപ്പെട്ട് ജയ്പൂരിലെത്തി. വിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രജപുത്താന എന്ന പഴയ പേരിൽ നിന്നാണ് രാജസ്ഥാൻ ഉണ്ടായത്. രജപുത്രരുടെ നാട് എന്നർത്ഥം. മരുഭൂമികളും കൊടുങ്കാടുകളും ഒരുപോലെ ഉൾക്കൊള്ളുന്ന സവിശേഷ ഭൂപ്രകൃതിയാണ് ഈ സംസ്ഥാനത്തിന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂപ്രദേശമായ താർ മരുഭൂമിയുടെ ഭൂരിഭാഗവും രാജസ്ഥാനിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരകളിലൊന്നായ ആരവല്ലിയുമതിലെ പ്രശസ്ത കൊടുമുടിയായ മൗണ്ട് അബുവും രാജസ്ഥാനിലാണ്. മഹാരാജ സ്വായി ജയ് സിംഗാണ് ജയ്പൂർ നഗരം സ്ഥാപിക്കുന്നത്. 1699 മുതൽ 1744 വരെയായിരുന്നു സ്വായി ജയ്സിംഗിന്റെ ഭരണകാലം. ഇന്നത്തെ ജയ്പൂരിന് വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ആംബർ നഗരമായിരുന്നു സ്വായി ജയ്സിംഗിന്റെ ആദ്യ തലസ്ഥാനം. ജലദൗർലഭ്യവും ജനസംഖ്യാ വർധനവുമാണ് തലസ്ഥാനഗരി മാറ്റുന്നതിന് മഹാരാജാവിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ജയ്പൂരിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് മുമ്പ് നിരവധി വാസ്തുശില്പികളെയും വാസ്തുവിദ്യാ സംബന്ധമായ ഗ്രന്ഥങ്ങളെയും അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിരുന്നു. വിദ്യാധർ ഭട്ടാചാര്യ എന്നയാളുടെ മേൽനോട്ടത്തിൽ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളെ മാനദണ്ഡമാക്കിയാണ് ജയ്പൂർ നഗരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിങ്ക് സിറ്റി എന്ന പേരിലാണ് ഈ നഗരം പ്രശസ്തമാവുന്നത്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരമാണിത്. ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന സവിശേഷ ശൈലിയിലുള്ള മാളികയാണ് ഹവാ മഹൽ.
കാറ്റുകളുടെ മാളിക എന്നാണ് ഹവാ മഹൽ എന്ന പേരിനർത്ഥം. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക പണി കഴിപ്പിച്ചത്. ചുവന്ന മണൽക്കല്ലിൽ വെളുത്ത വരമ്പുകൾ ചേർത്ത് രജപുത്ര ശൈലിയിൽ 5 നിലകളിലുള്ള കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ലാൽ ചന്ദ് ഉസ്ത എന്ന ശില്പിയാണ്. ജരോഖകൾ എന്നറിയപ്പെടുന്ന ചുവന്ന മണൽക്കല്ലിൽ തീർത്ത 953 ജനലുകൾ ഈ മാളികക്കുണ്ട്. ജയ്പൂർ നഗരകാഴ്ചകളിലെ അവിസ്മരണീയ കാഴ്ചയാണ് ഹവാ മഹൽ. രജപുത്ര സ്ത്രീകളുടെ പർദ്ദ സംസ്കാരം നിലനിർത്തുന്നതിനുള്ള ഒരു സംവിധാനം കൂടിയാണിത്. കിളിവാതിലുകളിലൂടെ അവർ നഗരകാഴ്ചകൾ ആസ്വദിക്കുമായിരുന്നത്രേ. ജാലകങ്ങൾക്ക് പല കഥകളും നമ്മോട് പറയാനുണ്ടാവും. മാൻസാഗർ തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് ജൽമഹൽ. രജപുത്ര മുഗൾ സമ്മിശ്ര വാസ്തുശൈലിയുടെ ഉത്തമോദാഹരണമായ ഈ കൊട്ടാരം 18-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. ആംബറിലെ രാജാവായ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ഇത് പണിയിച്ചത്. ഈ കൊട്ടാരത്തിന് 5 നിലകളുണ്ട്. തടാകത്തിൽ വെള്ളം നിറയുമ്പോൾ താഴത്തെ 4 നിലകളും വെള്ളത്തിനടിയിലാകും. 12 കിലോമീറ്റർ വിസ്തൃതിയിലാണ് മാൻസാഗർ തടാകം പരന്നു കിടക്കുന്നത്. ജൽമഹലിന്റെ രാത്രികാഴ്ചയും പകൽക്കാഴ്ചയും ഞങ്ങൾ കണ്ടു. അവിസ്മരണീയം.